വിവാഹം മാത്രമാണ് സെക്ഷുവാലിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്ന് കരുതുന്നത് എത്രത്തോളം ശരിയാണ്? സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരാൾക്ക് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന ലൈംഗികപരമായിട്ടുള്ള ആകർഷണമോ ലൈംഗികപരമായിട്ടുള്ള സ്വഭാവവുമാണ്. ചിലർക്ക് സ്വന്തം സെക്സിലുള്ളവരോട് ആകർഷണം തോന്നാം, എന്നാൽ ചിലർക്കാകട്ടെ ഓപ്പോസിറ്റ് സെക്സിലുള്ളവരോടായിരിക്കാം താല്പര്യം. മറ്റു ചിലർക്കാണെങ്കിൽ സ്വന്തം സെക്സിലുള്ളവരോടും ഓപ്പോസിറ്റ് സെക്സിലുള്ളവരോടും താല്പര്യമുണ്ടാകാം. എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏസെക്ഷൽ ആകാം. അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരാളോടും ഒരു സെക്സിനോടും യാതൊരു വിധത്തിലുള്ള ആകർഷണവും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വിവാഹത്തിന് മുമ്പ് സെക്ഷുവാലിറ്റി, ഓരോ വ്യക്തിയുടെയും സെക്ഷുവാലിറ്റിയെ കുറിച്ച് തിരിച്ചറിയേണ്ടത്, അവനവൻ തിരിച്ചറിയേണ്ടത് ആവശ്യമാണോ എന്ന വിഷയത്തെക്കുറിച്ചാണ്. തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികളും അവനവന്റെ സെക്ഷുവാലിറ്റിയെ കുറിച്ച് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ. വിവാഹം എന്നത് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്നതിലപ്പുറം തന്നെ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും വിമർശനങ്ങളുമൊക്കെ വിവാഹ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, എന്റെ സെക്ഷുവാലിറ്റി എന്താണ് എന്നൊക്കെ ഒരാൾ തീർച്ചയായും വിവാഹത്തിന് മുമ്പ് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. സ്വന്തം സെക്ഷുവാലിറ്റി തിരിച്ചറിയുന്നത് മൂലം ആത്മവിശ്വാസവും മാനസികാരോഗ്യവും ഉണ്ടാക്കുക വഴി ശാന്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനും സാധിക്കും. അതല്ലെങ്കിൽ ഞാൻ ആരാണ്, എന്റെ സെക്സ് എന്താണ്, എന്റെ സെക്സ്വാലിറ്റി എങ്ങനെയാണ് എന്നറിയാതെ വിവാഹം കഴിച്ചാൽ എല്ലാം ശരിയാകും എന്ന രീതിയിൽ പോയാൽ ജീവിതം പലപ്പോഴും കൂടുതൽ മോശമായ രീതിയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് സെക്ഷുവാലിറ്റി തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇത് പഴയ കാലഘട്ടമല്ല. ഈ മാറിയ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ ലൈംഗിക സ്വാതന്ത്ര്യം കണ്ടെത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സെക്ഷുവാലിറ്റി ഏതാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ള അവകാശം, വ്യക്തിപരമായ അവകാശം ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് അവർ തന്റെ സെക്ഷുവാലിറ്റി ഏതാണെന്ന് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഓരോ വ്യക്തികളും ചിലർ ഹോമോസെക്ഷൽ ആകാം, ചിലർ ഹെട്രോസെക്ഷൽ ആകാം, ചിലർ ബൈസെക്ഷൽ ആകാം, ചിലരാണെങ്കിൽ എക്സെക്ഷൽ ആകാം. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും അവരുടെ സെക്ഷുവാലിറ്റി അറിയേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ്. ചില ആളുകൾ, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും, തന്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന് നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ചില വ്യക്തികൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. വിവാഹം കഴിക്കുന്നതോടെയായിരിക്കും പലപ്പോഴും അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചെയ്തിട്ടില്ലെങ്കിൽ, തന്റെ സെക്ഷുവാലിറ്റി ഏതാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയേക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. രമ്യ എന്നൊരു പെൺകുട്ടി, വയസ്സ് 25. വിവാഹത്തിന് വേണ്ടി അവളെ നിർബന്ധിക്കുമ്പോഴെല്ലാം അതിൽ നിന്നും അവൾ ഒഴിഞ്ഞു മാറും. എനിക്കിപ്പോൾ വിവാഹം വേണ്ട, പഠനം കഴിയട്ടെ എന്നൊക്കെ പറയും. അവസാനം പഠനം കഴിഞ്ഞു, ഡിഗ്രിയും കഴിഞ്ഞു, PGയും കഴിഞ്ഞു. അത് കഴിഞ്ഞ് വിവാഹത്തിന് നിർബന്ധിച്ചപ്പോൾ എനിക്കിനി ജോലിയാവട്ടെ, എന്നിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞു. രമ്യക്ക് രമ്യയുടെ സെക്ഷുവാലിറ്റി ഏതാണെന്ന് രമ്യ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ അവൾക്ക് വിവാഹത്തോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ജോലിയും കിട്ടിക്കഴിഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, മാസവും വർഷവും കഴിഞ്ഞപ്പോൾ അവളെ വീണ്ടും വിവാഹത്തിന് നിർബന്ധിക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി അവൾ വിവാഹത്തിന് സമ്മതിച്ചു. വീട്ടുകാർ പറഞ്ഞു, വിവാഹം കഴിച്ചാൽ എല്ലാം ശരിയാകും, സന്തോഷമാകും എന്നൊക്കെ പറഞ്ഞു അവൾ വിവാഹത്തിന് സമ്മതിച്ചു. വിവാഹം കഴിഞ്ഞതോടെ രമ്യയുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി. രമ്യക്ക് വിവാഹത്തോട്, കപ്പിളിനോട് യാതൊരു വിധത്തിലുള്ള അട്രാക്ഷനോ താല്പര്യമോ ഒന്നും ഉണ്ടായിരുന്ന രമ്യ ലെസ്ബിയൻ ആയിരുന്നു എന്ന് പിന്നീടാണ് അവൾ മനസ്സിലാക്കുന്നത്. അതോടെ അവളുടെ ജീവിതവും തകർന്നു. മറ്റൊരു എക്സാമ്പിൾ,
അർജുൻ 30 വയസ്സ് പ്രായം, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി. അർജുന് പഠിക്കുന്ന സമയത്ത് ആരുമായും, ആൺകുട്ടികളുമായോ പെൺകുട്ടികളുമായോ യാതൊരു തരത്തിലുള്ള അട്രാക്ഷനും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ പഠിക്കും, നന്നായി എല്ലാവരോടും പെരുമാറും. ജോലിയെല്ലാം കിട്ടിയപ്പോൾ വീട്ടുകാർ അവനെ വിവാഹത്തിന് നിർബന്ധിക്കുകയും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹം കഴിച്ചതോടെ അർജുന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു. അവന് തന്റെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ അവന് കഴിഞ്ഞിരുന്നില്ല. അതുമൂലം അവൻ നിരാശനാവുകയും ഡിപ്രഷനിലേക്ക് പോകുകയും ചെയ്തു. 3-4 തവണ അവൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഒരു വിധത്തിലും അവന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടായിട്ടില്ല. അതാണ് വിവാഹത്തിന് മുമ്പ് ഓരോ വ്യക്തിയും തന്റെ സെക്ഷുവാലിറ്റി ഏതാണ് എന്ന് ആണായാലും പെണ്ണായാലും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് നേരിടേണ്ടി വരും, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. വിവാഹത്തിന് മുമ്പ് ഒരു വ്യക്തി തന്റെ സെക്ഷുവാലിറ്റി തിരിച്ചറിയുന്നത് മൂലം, ഐഡന്റിഫൈ ചെയ്യുന്നത് മൂലം എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഒന്നാമതായി, സെക്ഷുവാലിറ്റി വിവാഹത്തിന് മുമ്പ് ഒരു വ്യക്തി ഐഡന്റിഫൈ ചെയ്താൽ അവരുടെ കോൺഫിഡൻസ് അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. കാരണം പ്രശ്നങ്ങളില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. തന്റെ സെക്ഷുവാലിറ്റി ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാനും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും ഒക്കെ അതുകൊണ്ട് സാധിക്കും. 2, മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഒരു വ്യക്തിയുടെ സെക്ഷുവാലിറ്റി ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മാനസികാരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ അവന് സാധിക്കും. കാരണം ഞാൻ എന്താണ്, ഹു ആം ഐ, എന്റെ സെക്ഷുവാലിറ്റി എന്താണ് എന്ന് അവൻ അറിയുന്നതോടെ അവനിൽ ഉണ്ടാകുന്ന ഉദാസീനത, കുറ്റബോധം, സൂയിസൈഡ് ടെൻഡൻസി ഇതൊക്കെ ഇല്ലാതാക്കുവാനും ശാന്തമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനും ആ വ്യക്തിക്ക് സാധിക്കും. ആരോഗ്യകരമായ ബന്ധങ്ങൾ കണ്ടെത്താൻ സഹായിക്കും. സ്വന്തം സെക്ഷുവാലിറ്റി ഐഡന്റിഫൈ ചെയ്ത ഒരു വ്യക്തിക്ക് ആത്മാർത്ഥതയും സുരക്ഷിതവും ആരോഗ്യകരവുമായ ബന്ധങ്ങൾ കണ്ടെത്തുവാനും ആശയക്കുഴപ്പങ്ങളില്ലാത്ത ഒരു ജീവിതം നയിക്കുവാനും സാധിക്കും. 4, മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇവർക്കുണ്ടായിരിക്കും, പിന്തുണയുണ്ടായിരിക്കും. സ്വന്തം സെക്ഷുവാലിറ്റി ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സമൂഹത്തിന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ പിന്തുണ ലഭിക്കുകയും അതിനനുസരിച്ച് ആത്മാർത്ഥതയോടുകൂടി അവരോട് ഇടപെടാനും അത്തരത്തിലുള്ള എമ്പതിയോടുകൂടിയുള്ള പെരുമാറ്റവും സഹകരണവും ഒക്കെ അത്തരം വ്യക്തികൾക്ക് കിട്ടുകയും പിന്തുണയ്ക്കുകയും ചെയ്യും. 6, ശരിയായ രീതിയിലുള്ള ലൈംഗിക വിദ്യാഭ്യാസം ഇവർക്ക് ലഭിക്കും. തന്റെ സെക്ഷുവാലിറ്റി ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ധാരാളം അവയർനെസ് ക്ലാസുകളും സെക്സ് എഡ്യൂക്കേഷനും ഇവർക്ക് ലഭിക്കുകയും സേഫ് സെക്സിനെ കുറിച്ചും ലൈംഗിക രോഗങ്ങളെ കുറിച്ചുമുള്ള അറിവുകൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 7, ഇവർക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. തന്റെ സെക്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് മൂലം തനിക്ക് സ്വതന്ത്രമായിട്ടുള്ള തന്റെ ആരാണോ തന്റെ പാർട്ട്ണർ അത് തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഇവർക്ക് കിട്ടുകയും അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ സ്ട്രെസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംഘർഷങ്ങളില്ലാത്ത ഒരു ജീവിതം നയിക്കുവാനും ഇവർക്ക് സാധിക്കും. അപ്പം ഒരു വ്യക്തിയുടെ സെക്ഷുവാലിറ്റി തിരിച്ചറിയുന്നത് മൂലം അവർക്ക് ശരിയായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം കിട്ടുന്നു, അവർക്ക് പേഴ്സണലി അവർക്ക് വളരാൻ സാധിക്കുന്നു, അവർക്ക് നല്ല മാനസികാരോഗ്യം കിട്ടുന്നു, സ്ട്രെസ് കുറയുന്നു, സമൂഹത്തിന്റെ പിന്തുണ ലഭിക്കുന്നു. ഇതെല്ലാം അവർക്ക് സ്വതന്ത്രമായി അവർക്ക് ജീവിക്കുവാനും ശാന്തമായുള്ള ഒരു ജീവിതം നയിക്കുവാനും അവർക്ക് സാധിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ടേക്ക് കെയർ.